കൊച്ചിൻ കലാഭവന്റെ ശില്പി ഫാദർ ആബേൽ CMI. കലകളെയും കലാകാരന്മാരെയും സ്നേഹിച്ചിരുന്ന ആബേലച്ചൻ സംഗീതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അധ്യാപകനായ KK ആന്റണിയുടെയും വളർന്നുവരുന്ന KJ യേശുദാസിൻ്റെയും സഹായത്തോടെ 1969 കലാഭവൻ എന്ന കലാപ്രസ്ഥാനം ആരംഭിച്ചു. പിന്നീട് മിമിക്രി, നാടകം, സംഗീതം, നൃത്തം, ഹാസ്യം തുടങ്ങിയ എല്ലാ മേഖലകളിലും കലാഭവന്റെ കൈമുദ്ര പതിഞ്ഞു. ടെലിവിഷനിലും സിനിമയിലും ധാരാളം കലാകാരന്മാരെയും കലാകാരികളെയും സംഭാവന നൽകിയ കൊച്ചിൻ കലാഭവൻ ശബ്ദാനുകരണത്തിലൂടെയും ഹാസ്യത്തിലൂടെയും നമ്മുടെ ജീവിതത്തെ ആവിഷ്കരിക്കുന്ന മിമിക്സ് പരേഡ് എന്ന കലാരൂപത്തിന് ജന്മം കൊടുത്തതും വളർത്തിയതും നമ്മുടെ പ്രിയപ്പെട്ട ആബേലച്ചൻ എന്ന മഹാരഥനാണ്. നമസ്കാരം, ഞാൻ കലാഭവൻ സജീവൻ. ഞാൻ 1993 കാലഘട്ടത്തിലാണ് കൊച്ചിൻ കലാഭവൻ്റെ ഇൻ്റർവ്യൂവിനെത്തുന്നത്. അന്നവിടെ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തവരിൽ ഇന്നത്തെ മലയാള സിനിമയിലെ താരം ടിനി ടോം അടക്കം 42 പേരായിരുന്നു. അന്നവിടെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നത് KS പ്രസാദേട്ടനും മണിച്ചേട്ടനും സന്തോഷേട്ടനുമായിരുന്നു. ഞാനടക്കം 4 പേർക്കാണ് അന്ന് കലാഭവനിൽ അവസരം ലഭിച്ചത്. കൊച്ചിൻ കലാഭവൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ ആദ്യമായിട്ട് ഞാൻ വരുന്നത് ഒരു ഫെബ്രുവരി മാസത്തിലാണ്. പട്ടാമ്പിയിലെ ഒരു വിമൻസ് കോളേജിൽ മാട്ട പ്രോഗ്രാം നടക്കുമ്പോൾ ഞാനുണ്ട്, സലീമുണ്ട്. പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കാണികൾക്കിടയിൽ നിന്ന് അൻസാർക്ക ഉണ്ടായിരുന്നു. അൻസാർക്ക അത് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നീ കലാഭവനിലേക്ക് പോരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ റെഡി. എല്ലാവരും അന്നത്തെ ഒരു സ്വപ്നമല്ലേ കലാഭവൻ എന്നുള്ളത്. അന്നത്തെ പ്രോഗ്രാമിന് തന്നെ എന്നെ കലാഭവൻ്റെ പ്രോഗ്രാമിലേക്ക് ഞാൻ പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ വെച്ച് അതിൽ 42 പേരോളം ഇൻ്റർവ്യൂവിൽ വന്നതിൽ അന്ന് എടുത്തത് സജീവനെയാണ്. സജീവനെ കൊണ്ട് ചെയ്യിച്ചപ്പോൾ സജീവൻ വന്നിട്ട് അതൊക്കെ ഭയങ്കര മ്യൂസിക് സെൻസോടുകൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ സജീവനെ എടുത്ത് ഒരു ടീം അവിടെ സെറ്റായി. എനിക്ക് തോന്നുന്നു കലാഭവൻ്റെ ചരിത്രത്തിൽ ഒരു സ്റ്റേജ് പോലും പൊളിയാത്ത, ഒരു സ്റ്റേജ് പോലും പ്രോഗ്രാം വീക്കാകാത്ത ഒരു കാലഘട്ടമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കലാഭവൻ. ഞാനൊരു 40 വർഷത്തോടടുത്തായി ഇപ്പോൾ മിമിക്രി അവതരിപ്പിക്കുന്നു. എൻ്റെ മിമിക്രി ജീവിതം എന്താ പറയുക, സ്കൂൾ കാലഘട്ടം തുടങ്ങിയിട്ടുള്ളൊരു മിമിക്രി ജീവിതത്തിൽ ഒരുപാട് കലാകാരന്മാർ എനിക്ക് അവരോടൊപ്പം കളിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഇപ്പോൾ മനസ്സിലുള്ള നീറുന്നൊരു വേദനയാണ് കലാഭവൻ മണി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ കാലഘട്ടം തൊട്ട് അദ്ദേഹം മിമിക്രി കളിക്കുമ്പോൾ തന്നെ ഞങ്ങളൊരു ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് ഞാൻ നടന്മാരെ അവതരിപ്പിക്കും, അദ്ദേഹം കോമഡി അവതരിപ്പിക്കും. അങ്ങനെ ഡബിൾ ഷോ ആയിട്ട് പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഒന്നിക്കാനൊരു അവസരം കലാഭവൻ പീറ്ററായിട്ടാണ് ഒരവസരം ഒരുക്കിയത്. ചാലക്കുടിയിൽ ഒരു ഗാനമേളയ്ക്ക്, KG മാർക്കസിൻ്റെ ഗാനമേളയ്ക്ക് ഇടവേളയ്ക്ക് ഞാനും മണിയും കൂടിയാണ് ആദ്യമായിട്ട് ഇങ്ങനെ മിമിക്രി ഒരുമിച്ച് കൂടുന്നത്. അവിടുന്ന് ഒരുപാട് ഷോകൾ സൈക്കിളുമായിട്ടും ഓട്ടോറിക്ഷയിലൊക്കെ ആയിട്ട് യാത്ര ചെയ്തു. പിന്നെയും കിട്ടിയ ഭാഗ്യം എന്ന് വെച്ചാൽ കലാഭവനിൽ ഞാൻ കയറി. അതിന് തൊട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ മണിയും കലാഭവനിലേക്ക് എത്തി. അന്നത്തെ ടീം വലിയ ടീമിൻ്റെ മനസ്സാർക്ക, പ്രസാദേട്ടൻ, തുറങ്ങുന്നിട്ട് നാരായണൻകുട്ടി ചേട്ടൻ, അങ്ങനെ ആ ടീമുകൾ അന്നുണ്ടായിരുന്നു. ഷിയാസ്കി ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നൗഷാണ്ടം വന്നു, സലീം, അങ്ങനെ കുറേ പേര്. നമ്മുടെ പെരുമ്പാലുള്ള സജീവൻ, കോട്ടയത്തിലെ ആകേഷ്, അങ്ങനെ കുറേ ഒരു വലിയ സംഘം അന്നത്തെ ടീമിലുണ്ടായിരുന്നു. അവർ മാറി ഞങ്ങൾ ഒരുപാട് ഷോകൾ കലാഭവനിലൂടെ കളിക്കുകയും ചെയ്തിരുന്നു. ഒരു പുതിയ പയ്യൻ പറയാം, ചേട്ടാ ഞാൻ ഇപ്പോൾ മിമിക്രി കളിക്കുന്നത് ബംഗാളികൾ കളിക്കുന്ന പോലെ കഷ്ടപ്പെടണം. ഒരു സ്റ്റേജിൽ പരിപാടി തുടങ്ങി അവസാനം വരെ അനൗൺസ്മെൻറ്റ് പാട്ടൊക്കെ ഞാൻ തന്നെ പാടണേ. ഒരുപാട് ഞാൻ ശരിക്കും ബംഗാളിയാണ് ചേട്ടാ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ ചിരിച്ചു എന്ന് പറയാൻ കാരണം പറയാം. 2.5 മണിക്കൂർ കലാഭവൻ ഷോ. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ 2.5 മണിക്കൂർ ഷോ എന്ന് പറഞ്ഞാൽ പാട്ടൊന്നുമില്ല, ഒറ്റ പ്രോഗ്രാം ലൈവാണ്, ഇടയ്ക്ക് മ്യൂസിക്കൊന്നും ഇല്ല. 2.5 മണിക്കൂർ നിന്ന് കളിക്കണം, റെക്കോർഡിംഗ് ആയിട്ടില്ല, നേരെ മിമിക്രി കളിക്കണം. അതൊന്ന്.
അത് മാത്രമല്ല ഇവിടുന്ന് സൗണ്ട് കയറ്റുന്നു, ലൈറ്റ് കയറ്റുന്നു, വണ്ടി കയറ്റുന്നു, കെട്ടുന്നു, അവിടെ പോയി ഇറക്കുന്നു, ചില 3-ാം നില കയറ്റുന്നു, ചില പാടത്തോടെ നടക്കുന്നു. അപ്പോൾ അന്ന് കലാകാരൻ അനുഭവിച്ചിരുന്നൊരു വലിയൊരു പെയിനുണ്ട്. അന്ന് ഞങ്ങൾക്ക് പെയിനായിട്ട് തോന്നിയിട്ടില്ല. ഇന്നത്തെ പേര് ബംഗാളികളെന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങളെ എന്ത് വിളിക്കണം? നമസ്കാരം, ഞാൻ രാകേഷ് കലാഭവൻ. സലീം കുമാറിൻ്റെ ഓർമ്മകളെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ 1993 കലാഭവനിൽ വരുന്നത്. അവിടെ ചെന്നപ്പോൾ മണിയും പ്രസാദേട്ടനൊക്കെയാണ് ഇൻ്റർവ്യൂ ചെയ്ത് എന്നെ എടുത്തത്. അങ്ങനെ മണി, നൗഷാദ്, ജയന്, സജീവൻ ഇങ്ങനെ ഉള്ള ആൾക്കാരിലൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജയനാന്ന് തോന്നുന്നു സലീം കുമാറിനെ ട്രൂപ്പിൽ കൊണ്ടുവരുന്നത്. അദ്ദേഹം ആ വർഷത്തെ യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു. ഈ സമയം ഞാൻ വേദനയോടെ സലീം കുമാറിനെ സ്മരിക്കുന്നു. കലാഭവൻ മണിയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, മണിയുടെ കലാജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു കൊച്ചിൻ കലാഭവനിലേക്കുള്ള മണിയുടെ വരവ്. അതുപോലെ തന്നെ ഒരുപാട് നാടൻ പാട്ടുകളും കോമഡികളൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയ ഓഡിയോ കാസറ്റുകൾ. എന്നെ സംബന്ധിച്ചിടത്തോളം മണി കലാഭവനിലേക്ക് വരുന്ന ഞങ്ങൾ കലാഭവനിൽ 1 വർഷത്തോളം കളിച്ച് ഇരിക്കുന്ന സമയത്താണ് മണിയുടെ വരവ്. അപ്പോൾ മണിയുടെ ആദ്യ കാലഘട്ടങ്ങൾ കലാഭവനിൽ കളിച്ചു തുടങ്ങുന്ന ആ സമയത്ത് തന്നെ അദ്ദേഹത്തോടൊപ്പം നമ്മളുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാലം കലാഭവനിൽ, അത് കഴിഞ്ഞ് പിന്നെ സിനിമയിലേക്കൊക്കെ എത്തുന്നതിന് മുൻപ് ഈ നാടൻ പാട്ടുകളും കോമഡി കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് ഓഡിയോ കാസറ്റുകൾ ഹിറ്റാവുന്ന സമയത്ത്, അതായത് ആദ്യത്തെ കാസറ്റ് തുഷ്മ കുന്താര, 2ാമത്തെ കാസറ്റ് വരുന്നത് പൂളുമ പൂളുമ ചുമപ്പുള്ള മാങ്ങ. ആ കാസറ്റ് മുതൽ മണിയോടൊപ്പം നിരവധി കാസറ്റുകളിൽ പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. നമസ്കാരം, എൻ്റെ പേര് ഹരിഹരൻ. ഞാനൊരു ഡ്രാമ ആർട്ടിസ്റ്റായിരുന്നു. മണിയപ്പൻ ആറന്മുള കൂടെ നാടകത്തിലായിരുന്നു ഞാൻ. അന്ന് കൂടുതലും പുള്ളിയുടെ നാടകത്തിൽ ഞാൻ കോമഡി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്തുള്ള എൻ്റെ സുഹൃത്ത് കലാഭവൻ സജീവൻ, കലാഭവൻ ബിജു, അപ്പോൾ അവർ പറഞ്ഞു, നീ കോമഡിയല്ലേ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചാൻസ് ഒന്ന് ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. കലാഭവൻ മണി എന്തോ ഒരു പ്രോഗ്രാമായിട്ട് ഗൾഫിലേക്ക് പോവുകയാണ്, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യുക, കുറച്ച് ദിവസത്തേക്ക് കളിക്കാൻ വരുമെന്ന് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായി ഇപ്പോൾ കലാഭവനിൽ നിന്ന് കളിക്കണം. അപ്പോൾ വന്നു. പുള്ളി ചെയ്യുന്ന റോളുകളൊക്കെ എനിക്ക് സജീവനും മനുവൊക്കെ കൂടി പറഞ്ഞു തന്നു. അപ്പോൾ ഞാനത് കളിച്ച് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. മണിച്ചേട്ടൻ്റെ ലീഡിങ്ങിൽ കൊച്ചിൻ കലാഭവനിൽ ഞങ്ങൾ മിമിക്സ് പരേഡ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗാനമേളയുടെ ഇടവേളകളിൽ മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ബെന്നിയും സന്തോഷേട്ടനും കലാഭവൻ നവാസുമായിരുന്നു. വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട കലാകാരന്മാരെ ഈ നിമിഷം വേദനയോടെ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ നമസ്കാരം. മണിയമ്മാവനൊരുമിച്ചുള്ള ഒരുപാട് ഓർമ്മകളിൽ പ്രത്യേകം എനിക്ക് ഓർമ്മ വന്ന കുറച്ച് കാര്യങ്ങളാണ്. കലാഭവനിലെ ആള് ഷോ ചെയ്യുന്ന സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ. ഞാൻ സത്യത്തിൽ മണിയമ്മാവൻ്റെ കലാഭവൻ്റെ ഷോ ഡയറക്റ്റ് കണ്ടിട്ടില്ല. അന്ന് കാണാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടായിട്ടില്ല. പല പ്രാവശ്യം വീടിൻ്റെ അയൽവക്കങ്ങളിലൊക്കെ പ്രോഗ്രാമിന് പള്ളിയിലൊക്കെ പരിപാടിക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് പോയി കാണാനുള്ളൊരു അന്ന് അച്ഛൻ കൊണ്ടുപോയി, അച്ഛൻ വരെ പോയി കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ. അമ്മയും അമ്മ 1-2 പരിപാടികളെ കുറിച്ച് കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അന്ന് ഈ പ്രോഗ്രാമിന് കലാഭവൻ ജയൻ ചേട്ടൻ, പിന്നെ അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട നൗഷാദ് ക, പെരുമ്പാവൂരുള്ള സജീവേട്ടൻ, ഇവരൊക്കെ വീട്ടിൽ വരുന്നും പോകുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് തറവാട്ടിൽ. കലാഭവനിൽ നിന്ന് ആ ടീം മൊത്തമായിട്ട് ഇറങ്ങി കൊച്ചിൻ ഹീറോസ് എന്ന് പറഞ്ഞൊരു ടീം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ ഷോക്കാർഡ് കൊണ്ടാണ് ഞാൻ മുഴുവൻ ബുക്ക് പൊതിഞ്ഞിരുന്നത്. ശാരദ ചിറ്റയുടെ കല്യാണത്തിന് ഈ കലാഭവൻ്റെ എല്ലാവരും കൂടി പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മണിയമ്മാവൻ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ മണിയമ്മാവൻ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്ത ആ കലാകാരന്മാരൊരുമിച്ച് എനിക്ക് പ്രോഗ്രാം ചെയ്യാനുള്ളൊരു അവസരം എന്നെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. സജീവണ്ണ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ജയൻ ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ മിമിക്രി തുടങ്ങുന്നത് തന്നെ. മണിയമ്മാവനെ കുറിച്ചുള്ള ഓർമ്മകൾ
കലാകാരന്മാരും കലയും വേദികളും ഉള്ളിടത്തോളം കാലം മലയാളികൾ ഒരിക്കലും മാമൻ്റെ പാട്ടുകളും മാമനെ മറക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. മലയാള മണ്ണിലെ മലയാളി മനസ്സുകളെ നാടൻ പാട്ടിന്റെ ശീലുകളാൽ തഴുകിയുണർത്തി കാലയവനികക്കുള്ളിൽ മറഞ്ഞ മഹാപ്രതിഭയ്ക്ക് പ്രണാമം. കലയുടെ ഈറ്റില്ലമായ കൊച്ചിൻ കലാഭവൻ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച കറുത്ത മുത്തായിരുന്നു ശ്രീ കലാഭവൻ മണി. ചാലക്കുടിപ്പുഴ പോലെ മലയാള സിനിമയിൽ നിന്നും കരകവിഞ്ഞൊഴുകി മറുഭാഷാ ചിത്രങ്ങളിലും വലുതും ചെറുതുമായ ഒട്ടേറെ കഥാപാത്രങ്ങളെ മികവുറ്റതാക്കി. കൂടാതെ മണ്ണിന്റെ മണമുള്ള നാടൻ പാട്ടുകൾക്ക് പുതുജീവനേകി അത് ജനകീയമാക്കി തീർത്തു. ലോകമെമ്പാടുമുള്ള ആരാധകർ അത് ഏറ്റുപാടി. സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച് ഒരു കൈകൊണ്ടു കൊടുക്കുന്നത് മറുകൈ അറിയാതെ പാവങ്ങളെ തന്നിലേക്ക് ചേർത്ത് നിർത്തിയ ആ നല്ല മനസ്സിന്റെ ഉടമയായ ചാലക്കുടിക്കാരൻ ചങ്ങാതിയുടെ വിലമതിക്കാനാവാത്ത സ്നേഹത്തിന്റെ കഥകൾ ചാലക്കുടിപ്പുഴയിലെ കുഞ്ഞോളങ്ങൾക്ക് പോലും ധാരാളം പറയുവാനുണ്ടാകും. ചിരിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അവസാനം ആരോടും ഒന്നും ഉരിയാടാതെ കൊഴിഞ്ഞുപോയ വസന്തമേ, നീ തകർത്താടിയ കഥാപാത്രങ്ങളിലൂടെയും മധുരമായ പാട്ടുകളിലൂടെയും നിന്നെ ഞങ്ങളെന്നും കാണുന്നു, നിന്റെ ശബ്ദം കേൾക്കുന്നു. ഹേ വസന്തമേ, വസന്തമേ, വസന്തമേ. മലയാളത്തിന്റെ ഓരോ പുൽക്കുടിത്തുമ്പിലെ പ്രാർത്ഥനകളിലും നിനക്ക് നിത്യശാന്തി നടന്നുകൊണ്ട് ഞങ്ങളുടെ ഓർമ്മകളിൽ നീ എന്നും ജീവിക്കും.